അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാനാണ്. അതിനായിട്ട് ഞാൻ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കാം. നല്ല പഴുത്ത മാങ്ങ എടുക്കണം. ഇപ്പം എല്ലായിടവും മാങ്ങ കിട്ടുന്ന സമയമാണല്ലോ. ഇതുപോലെ എല്ലാവരും മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ മതി. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അടുപ്പൊന്ന് ഓണാക്കി കൊടുക്കാം. ഇച്ചിരി ഒന്ന് വേവട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം. ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ചട്ടിയായിരുന്നു. ഇത് ഇച്ചിരി കൂടെ വലിയ ചട്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മാങ്ങയൊക്കെ ദാ വേവാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഞാൻ പൊടി ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണും കല്ലൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പൊടി ശർക്കര ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളിശ്ശേരിക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു പിടി തേങ്ങ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തൈര്, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശകലം വെള്ളവും കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് നല്ല അരഞ്ഞ് വരണം. അരച്ചെടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. മാങ്ങയൊക്കെ റെഡിയായി കിടക്കുന്നുണ്ട്. അരപ്പ് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കാം. ഇനി വെള്ളമൊന്നും ഇതിൽ ചേർക്കണ്ട. ഇത് തന്നെ അതിൻ്റെ പരുവം ഉണ്ടോ. ഇച്ചിരി കൂടെ ഒന്ന് തിളക്കട്ടെ. അടിപൊളിയാണ് ഈ പുളിശ്ശേരി കഴിക്കാൻ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. കടുക് വറുക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണം ഈ കടുക് താളിക്കാൻ. അടിപൊളി ടേസ്റ്റാണെങ്കിൽ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളിശ്ശേരിയിൽ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ചോറിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. വേണ്ട